ആശാ വർക്കർമാർ സമരത്തിലേക്ക്. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റത്തിനെതിരെയാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF ഭരണസമിതികളിലും UDF ജനപ്രതിനിധികളുള്ള സ്ഥലങ്ങളിലുമാണ് രാഷ്ട്രീയ കളി. എൻ്റെ വാർഡിൽ സ്ഥിരതാമസക്കാരായിട്ട് 17 വർഷം കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആശാപ്രവർത്തകയെ എൻ്റെ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റി വേറൊരു ഏരിയയിലോട്ട് കൊണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് നട്ടലിന് പ്രശ്നം ഉണ്ടായത് ഇതിൻ്റെ കൂടെ ഫീൽഡ് വർക്ക് ചെയ്ത വഴിക്ക് ഒന്ന് വീണ് ഇടത്തെ കാലിൻ്റെ ലിഗമെൻറ്റ് വലിയുകയും ആ ചിരട്ടയ്ക്ക് ചെറിയ പൊട്ടലും ഉണ്ടായി. ഇന്നും ഞാൻ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഒരു 5 കിലോമീറ്റർ ദൂരെ എന്നെ കൊണ്ടുവന്ന് ആക്കിയാണ് എന്നെ ഈ വർക്ക് ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. ഇത് കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്ത് 8ാം വാർഡിലെ ആശാ വർക്കർ ലേഖ സുധാകരൻ. കഴിഞ്ഞ 17 വർഷം തുടർച്ചയായി ഇതേ വാർഡിൽ ആശാ വർക്കറായി സേവനമനുഷ്ഠിക്കുന്നു. മഹിളാ കോൺഗ്രസ് നേതാവിന് വേണ്ടി 5 കിലോമീറ്റർ അകലെ പുതുതായി വന്ന 7ാം വാർഡിലേക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ലേഖ സുധാകരനെ സ്ഥലം മാറ്റുന്നു എന്നാണ് പരാതി. ഇങ്ങനെ സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ഭരണസമിതികളിലും UDF ജനപ്രതിനിധികളുള്ള സ്ഥലങ്ങളിലുമാണ് രാഷ്ട്രീയ കളി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആശാവർക്കർമാരെ വാർഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുകയാണ്. ആശമാരെ വാർഡ് മാറ്റുമ്പം പാലിക്കേണ്ട മാനദണ്ഡങ്ങളെപ്പറ്റി നേരത്തെ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡം പാലിക്കാതെയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഭരണസമിതി വന്ന സ്ഥലത്തും വാർഡ് മെമ്പറായി കോൺഗ്രസ്സുകാർ വന്ന സ്ഥലത്തും അവർക്ക് താല്പര്യമുള്ള ആശമാരെ നിയമിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നിലവിൽ കൊണ്ടുവരുന്നത്. 21,000 രൂപ സ്ഥിര പ്രതിമാസ ശമ്പളം, കുടിശ്ശികയില്ലാതെ ഇൻസെന്റീവ് വിതരണം, സർക്കാർ ജീവനക്കാരുടെ സമാനമായ സാമൂഹിക സുരക്ഷയും പെൻഷനും, ജോലിഭാരത്തിനനുസരിച്ചുള്ള പ്രതിഫലം, യാത്രാ അലവൻസും സുരക്ഷാ സംവിധാനങ്ങളും, സേവനത്തിന് അർഹമായ അംഗീകാരവും ക്ഷേമ ആനുകൂല്യങ്ങളും, ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ നിരത്തി ആശാ വർക്കർമാരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാർ വഞ്ചിച്ചെന്ന പരാതിയും ആശാ വർക്കർമാർക്കുണ്ട്. UDF രാഷ്ട്രീയ പകപോക്കലിനെതിരെ ആശാ വർക്കർ ഫെഡറേഷൻ CATU പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.